നമസ്കാരം. ALB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ലീഗൽ മാക്സിംസ് നമുക്കൊന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കിയാലോ? നമുക്ക് ഭരണഘടനാ നിയമത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് നിയമത്തിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു തത്വമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിയമം നിങ്ങൾക്ക് ഒരു അവകാശം, ഒരു റൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് സംരക്ഷിക്കാൻ ഒരു വഴിയും, അതായത് ഒരു റെമഡിയും തന്നിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലേ? ഉണ്ട്. ആരെങ്കിലും നിങ്ങളെ അന്യായമായി തടഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാമല്ലോ. അത് തന്നെയാണ് യുബി ജസ് ഇബി റെമഡിയം. അവകാശമുണ്ടെങ്കിൽ പരിഹാരവുമുണ്ട്. ഇത് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്. അതായത്, ഒരു തീരുമാനമെടുക്കും മുൻപ് അതിലുൾപ്പെട്ട എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കണം, മറുഭാഗത്തെയും കേൾക്കുക എന്ന് ലളിതമായി പറയാം. നമ്മുടെ കോടതി നടപടികളുടെയൊക്കെ നട്ടെല്ല് എന്നു പറയുന്നത് ഈ ഒരു തത്വമാണ്. ഇതും നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗം തന്നെയാണ്. പക്ഷപാതം അല്ലെങ്കിൽ ബയസ് ഒഴിവാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതായത്, ഒരു ജഡ്ജിക്ക് സ്വന്തം കേസിൽ വിധി പറയാൻ പറ്റില്ല. കാരണം അവിടെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ വരാനും അത് നീതിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. സിമ്പിളല്ലേ? ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? ജനങ്ങളുടെ ക്ഷേമം. ഈ തത്വം അത് തന്നെയാണ് പറയുന്നത്. വ്യക്തിപരമായ താൽപ്പര്യങ്ങളെക്കാൾ വലുത് പൊതുനന്മയാണ്. അതുകൊണ്ട് ജനക്ഷേമമാണ് ഏറ്റവും വലിയ നിയമം. ഓക്കെ, ഭരണഘടനയിൽ നിന്ന് നമുക്കിനി ക്രിമിനൽ നിയമത്തിലേക്ക് വരാം. ഒരു പ്രവൃത്തി എപ്പോഴാണ് ഒരു കുറ്റകൃത്യമായി മാറുന്നത്? അത് മനസ്സിലാക്കാൻ ഈ പറയുന്ന തത്വങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഒരു ക്രൈം പൂർണ്ണമാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ഒരു കുറ്റകരമായ പ്രവൃത്തി. അതിനെ നമ്മൾ ആക്ടസ് റേയസ് എന്ന് പറയും. രണ്ട്, അത് ചെയ്യാനുള്ള ഒരു ദുരുദ്ദേശം, അഥവാ മെൻസ് റിയ അല്ലെങ്കിൽ ഗിൽറ്റി മൈൻഡ്. അപ്പോ ഒരു പ്രവൃത്തി മാത്രം പോരാ, അത് ചെയ്യാനുള്ള ചിന്തയും വേണം. ഉദാഹരണത്തിന്, ഉറക്കത്തിൽ നടക്കുമ്പോൾ ഒരാൾ മറ്റൊരാളെ തള്ളിയിട്ടാൽ അവിടെ പ്രവൃത്തിയുണ്ട്, പക്ഷേ ദുരുദ്ദേശമില്ല. അതുകൊണ്ട് അതൊരു കുറ്റകൃത്യമാവില്ല. കുട്ടികളുടെ കാര്യം വരുമ്പോൾ നിയമത്തിന് പ്രത്യേക പരിഗണനയുണ്ട്. ഇന്ത്യൻ ശിക്ഷാനിയമമനുസരിച്ച് 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് ഒരു കുറ്റം ചെയ്യാനുള്ള മാനസികാവസ്ഥയുണ്ടാവില്ലെന്നാണ് നിയമം കണക്കാക്കുന്നത്. എന്നാൽ 7നും 12നും ഇടയിൽ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള പക്വതയുണ്ടായിരുന്നോ എന്ന് കോടതി പ്രത്യേകം പരിശോധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു തത്വമാണ്. അതായത്, ഒരു പ്രവൃത്തിയെ കുറ്റകരമാക്കണമെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് അതിനെതിരെ ഒരു നിയമം നിലവിലുണ്ടായിരിക്കണം. പിന്നീടൊരു നിയമമുണ്ടാക്കിയിട്ട് മുൻപ് ചെയ്ത കാര്യങ്ങൾ കുറ്റകരമാക്കാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ നോ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. ശരി, ക്രിമിനൽ ലോയിൽ നിന്ന് നമുക്ക് സിവിൽ ലോയിലേക്ക് വരാം. ഇവിടെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ടോർട്ട് നിയമത്തിലെ പലർക്കും എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 ആശയങ്ങളാണ്. ഈ 2 ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് ടോർട്സ് മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണ്. ഇഞ്ചൂറിയ സൈനെ ഡാമിനോ, പിന്നെ ഡാംനം സൈനെ ഇഞ്ചൂറിയ. കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുമെങ്കിലും രണ്ടും രണ്ടാണ്. ഒന്നിൽ നിങ്ങളുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നു, പക്ഷെ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല. മറ്റേതിലോ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നു, പക്ഷെ നിയമപരമായി നിങ്ങളുടെ ഒരു അവകാശവും ലംഘിക്കപ്പെടുന്നില്ല. അപ്പോ ഏതിലാണ് നമുക്ക് കേസിന് പോകാൻ പറ്റുക? നമുക്ക് നോക്കാം. അപ്പോ ആദ്യത്തേത് ഇഞ്ചൂറിയ സിനെ ഡാംനോ. ഇവിടെ ഇഞ്ചൂറിയ എന്ന് വെച്ചാൽ ലീഗൽ റൈറ്റിന്റെ ലംഘനം, സിനെ ഡാംനോ എന്ന് വെച്ചാൽ നഷ്ടമില്ലാതെ. അതായത്, നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു നഷ്ടവും ഉണ്ടായില്ലെങ്കിലും നിങ്ങളുടെ ഒരു ലീഗൽ റൈറ്റ് ലംഘിക്കപ്പെട്ടു. ക്ലാസിക് ഉദാഹരണമാണ് യോഗ്യതയുണ്ടായിട്ടും ഒരാളെ വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നത്. ഇവിടെ ആ വ്യക്തിയുടെ സ്ഥാനാർത്ഥി ജയിച്ചാലും തോറ്റാലും വോട്ട് ചെയ്യാനുള്ള അയാളുടെ നിയമപരമായ അവകാശം ലംഘിക്കപ്പെട്ടു. അതുകൊണ്ട് ഇത് ആക്ഷനബിളാണ്, അതായത് കോടതിയിൽ ചോദ്യം ചെയ്യാം. ഇനി രണ്ടാമത്തേത് ഡാംനം സൈൻ ഇഞ്ചൂറിയ. ഇവിടെ ഡാംനം എന്നാൽ നഷ്ടം, സൈൻ ഇഞ്ചൂറിയ എന്നാൽ ലീഗൽ റൈറ്റിന്റെ ലംഘനമില്ലാതെ. അതായത്, നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു, പക്ഷെ നിങ്ങളുടെ ഒരവകാശവും ആരും ലംഘിച്ചില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ കടയുടെ തൊട്ടടുത്ത് ഒരാൾ പുതിയൊരു കട തുറന്നപ്പോൾ നിങ്ങളുടെ ലാഭം കുറഞ്ഞു. നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായി, അല്ലേ? പക്ഷേ നിയമപരമായി മത്സരിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. നിങ്ങളുടെ ഒരു ലീഗൽ റൈറ്റും അവിടെ ലംഘിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടിത് നോട്ട് ആക്ഷനബിൾ ആണ്, കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇനി കോൺട്രാക്ട് നിയമത്തിലെ ഒരു പ്രധാന തത്വമാണ് കാവിയറ്റ് എംപ്റ്റർ. വാങ്ങുന്നയാൾ ജാഗ്രത പാലിക്കട്ടെ എന്നാണ് ഇതിനർത്ഥം. അതായത്, ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് വാങ്ങുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. പിന്നീടൊരു കുഴപ്പം കണ്ടാൽ എപ്പോഴും വിൽപ്പനക്കാരനെ കുറ്റം പറയാൻ പറ്റില്ല. അവസാനമായി
നമുക്ക് നിയമത്തിന്റെ എല്ലാ ശാഖകളിലും കാണാൻ കഴിയുന്ന കുറച്ച് പൊതുവായ സാർവത്രിക തത്വങ്ങൾ കൂടിയൊന്ന് പെട്ടെന്ന് നോക്കാം. ഇതൊരു റാപ്പിഡ് ഫയർ റൗണ്ട് പോലെ കണ്ടോളൂ. അൾട്രാ വൈറസ് ഒരു അതോറിറ്റി അതിന്റെ അധികാരപരിധിക്ക് പുറത്ത് പ്രവർത്തിക്കുമ്പോൾ, ഇൻട്രാ വൈറസ് അധികാരപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, ലോക്കസ് സ്റ്റാൻഡി ഒരു കേസ് ഫയൽ ചെയ്യാൻ നിങ്ങൾക്കുള്ള നിയമപരമായ യോഗ്യത, പിന്നെ ആബിനീഷ്യോ ഒരു കാര്യം തുടക്കം മുതലേ അസാധുവാണെങ്കിൽ. ഈ വാക്കുകൾ നന്നായി ഓർത്തുവെക്കുക. ഈ രണ്ട് തത്വങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ്. ഇഗ്നൊറാന്റിയ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്, അതായത് നിയമം അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു ഒഴികഴിവല്ല. ഒരു രാജ്യത്തെ പൗരന് അവിടുത്തെ നിയമം അറിയാമെന്നാണ് നിയമം കരുതുന്നത്. പക്ഷേ ഇഗ്നൊറാന്റിയ ഫാക്ടി എക്സ്ക്യൂസാറ്റ്, ഒരു വസ്തുതയെക്കുറിച്ചുള്ള അറിവില്ലായ്മ ചില സാഹചര്യങ്ങളിൽ ഒരു ഒഴികഴിവായി പരിഗണിക്കാം. അടുത്തത് നിയമത്തിലെ വളരെ ശക്തമായൊരാശയമാണ് വിജിലാന്റബസ് നോൺ ഡോമിയന്റബസ് എക്വിറ്റസ് സുബ്വെനിറ്റ്. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഈ കാണുന്നത്. നീതി ജാഗരൂകരെയാണ് സഹായിക്കുന്നത്, ഉറങ്ങുന്നവരെ അല്ല. ഇതിന്റെ പ്രാക്ടിക്കൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈയെടുക്കണം, അതും കൃത്യസമയത്ത്. നിയമം ഒരു ലിമിറ്റേഷൻ പീരിയഡ് വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്. അനന്തമായി കാത്തിരുന്നിട്ട് കാര്യമില്ല. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കണം. അങ്ങനെ നമ്മൾ AIB പരീക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു പിടി നിയമതത്വങ്ങളിലൂടെ കടന്നുപോയി. ഇനി അവസാനവട്ട മിനുക്കുപണികളിലേക്ക്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാൻ തീർച്ചയായും സഹായിക്കും. ഒരു കാര്യം ഓർക്കുക, ഈ തത്വങ്ങൾ കാണാതെ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം നിയമത്തിന്റെ പിന്നിലെ ആ ലോജിക് മനസ്സിലാക്കുക എന്നതാണ്. ഈ അടിസ്ഥാന ആശയങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. ഇത് വെച്ച് ഏത് ചോദ്യത്തെയും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയും. അപ്പോ ഈ അടിസ്ഥാന തത്വങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് AIBE സിലബസിലെ ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ കോൺഫിഡൻസ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. നന്നായി എഴുതുക, വിജയിക്കുക. Law School Made Simple. Subscribe and hit the bell icon.